നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനെതിരെ ഒരു തൊടുവിരൽ അനക്കാൻ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൈര്യപ്പെടില്ല. പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ പോലും ഇതിനെതിരെ പ്രതികരിക്കില്ല. അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചാൽ പോലും വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമെന്നാണ് നിരവധി പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് മുഖ്യമന്ത്രിക്കായി പലതരത്തിലുള്ള വഴിവിട്ട സഹായം ചെയ്തു കൊടുത്ത പ്രധാനി കൂടിയാണ് ADGP MR അജിത് കുമാറെന്നും അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും. ഈ ആരോപണമാണ് ഇപ്പോൾ ശക്തിപ്പെടുന്നത്. ഒരേ സമയം തന്നെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും കാര്യങ്ങൾ വേണ്ട വിധത്തിൽ യഥാസമയം നടത്തിക്കൊടുത്ത ആളായി തന്നെയാണ് ADGP MR അജിത് കുമാറിനെ സേനയ്ക്കുള്ളിലും പാർട്ടിയിലും അറിയപ്പെട്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, ഏത് കാര്യവും വിശ്വസേൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെന്ന് വരുത്താനായി അജിത് കുമാർ ഇതിനു മുൻപ് നടത്തിയ പല നീക്കങ്ങളുണ്ടായിരുന്നു. അതിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയ സംഭവങ്ങൾ പോലും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഏറ്റവും മിടുക്കനായി ഒരു സമയത്ത് അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ, കടൽ കൊള്ളക്കാരെ നങ്കൂരമിട്ട് പിടികൂടിയ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ എങ്ങനെ ഇത്ര അധപതിച്ചു പോയി എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയ ഒരു സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുൻപ്. അതിന് തൊട്ടു പിന്നാലെ അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന അജിത് കുമാറിന്റെ നിർദ്ദേശമനുസരിച്ച് പാലക്കാടുള്ള വിജിലൻസ് സംഘം സ്വപ്ന സുരേഷിന്റെ സുഹൃത്തായ PS സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി മൊബൈൽ ഫോൺ ബലമായി പിടിച്ചെടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വലിയ വിവാദമായി പിന്നീട് മാറി. അതിനുശേഷമാണ് അജിത് കുമാറിന് തൽസ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ അന്ന് അങ്ങനെ ഒരു നീക്കം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നും മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുമുള്ള ഒരു വാദം അന്ന് ഉയർന്നിരുന്നു. ADGP പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന ഒട്ടും തന്നെ പ്രാധാന്യമില്ലാത്ത ഒരു തസ്തികയിൽ പിന്നീട് അജിത് കുമാറിനെ നിയമിക്കുകയുമുണ്ടായി. 4 മാസം തികയും മുൻപ് തന്നെ സർവശക്തനായി വീണ്ടും ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി പോലീസിൽ തിരിച്ചെത്തി, അതും 2ാം സ്ഥാനത്തേക്ക്. ശേഷം ഇന്നുവരെ P ശശി MR അജിത് കുമാർ ഒരു കൂട്ടുകെട്ട്, ഒരു അച്ചുതണ്ടായി തന്നെ പോലീസ് ഭരണത്തെ പിടിച്ചു കുലുക്കുകയായിരുന്നു. DGP എന്ന സ്ഥാനം തികച്ചും അപ്രസക്തമായി മാറുകയായിരുന്നു. ശരിക്കുമുള്ള ഭരണം അത് അജിത് കുമാർ തന്നെ ആയിരുന്നു നിർവഹിച്ചതെന്നാണ് പലരും അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. പല പരിഷ്കാരങ്ങൾ നടത്തിയതിൽ IPSകാരും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷനും ഒക്കെ കടുത്ത എതിർപ്പ്, വിയോജിപ്പ് പങ്കുവച്ചു. പക്ഷേ അതൊന്നും തന്നെ എങ്ങുമേശിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നല്ലൊരു തക്കം പാർത്തിരിക്കുകയായിരുന്നു ഈ പറഞ്ഞ കൂട്ടരൊക്കെ തന്നെ. കൃത്യമായ അവസരം കിട്ടി, വേണ്ട വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി എല്ലാ തരത്തിലുമുള്ള വിവാദങ്ങളെയും ഒതുക്കി തീർത്തു എന്നുള്ള ആരോപണം അതിശക്തമായി തന്നെ തലയ്ക്ക് മുകളിലേക്ക് ഉയർന്നിരുന്നു. സൂപ്പർ DGP ആയി തന്നെയാണ് MR അജിത് കുമാറിനെ ഏവരും വിശേഷിപ്പിച്ചത്, പ്രത്യേകിച്ച് പോലീസ് സേനയ്ക്ക് അകത്തും പുറത്തും. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇപ്പോൾ അദ്ദേഹം DGP ആണെന്നല്ല, പേരിന് മാത്രമുള്ള DGP ആയി തന്നെയാണ് നിലകൊണ്ടിരുന്നത്. ആദ്യം ഇതിലൊന്നും തന്നെ ഇടപെടാതെ തന്റെ കാലാവധി അവസാനിക്കും മുൻപ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, വിരമിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ മാത്രം നിന്നപ്പോൾ കാലാവധി വീണ്ടും നീട്ടി നൽകിയതോടെ 1 വർഷം കൂടി സാധ്യത കിട്ടിയപ്പോഴാണ് വേണ്ട വിധത്തിലുള്ള ചരടുവലികൾ അദ്ദേഹവും തുടങ്ങിയത്. ഒതുങ്ങി നിന്ന മറുപക്ഷം DGPക്കൊപ്പം കൂടാനുള്ള തയ്യാറെടുപ്പായി. താഴെ തട്ട് മുതൽ മുകൾ തട്ടിലുള്ള IPS ഉദ്യോഗസ്ഥർ വരെ ഒപ്പം ചേർന്നപ്പോൾ കാര്യങ്ങളൊക്കെ അടപടലം താഴെ വീഴുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് അടി മുതൽ മുടി വരെ നിരത്തി വിവാദങ്ങളുടെ കുത്തൊഴുക്കുണ്ടായതും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ പോലും ഇപ്പോൾ ശക്തിപ്പെടുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണെന്നും ഇതിന്റെ അന്വേഷണം കേരള പോലീസ് അല്ല മറിച്ച് കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന ആവശ്യമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. പാർട്ടിയുടെ തന്നെ MLA ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന 2 പ്രധാന കക്ഷികൾ ചേർന്ന് കള്ളക്കടത്തും മയക്കുമരുന്ന് കച്ചവടവും കൊലപാതകങ്ങളുടെ ആസൂത്രണവും നടത്തുന്നു. മാഫിയ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന അവസ്ഥ. ADGP തന്നെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നു. മുഖ്യമന്ത്രിയുടേതടക്കം ഫോൺ ചോർത്തുന്ന പരിപാടികൾ. ഇത്രയധികം ഗുരുതരമായ ആരോപണം ഒരു ഭരണകക്ഷി MLA ഉയർത്തിയിട്ട് പോലും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നടപടിയെടുത്താൽ കസേര തെറിക്കുമെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ ഭയന്നിരിക്കുന്നുവെന്നാണ് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ എല്ലാ ദുർനടത്തിപ്പുകൾക്കും എല്ലാ അഴിമതികൾക്കും കൃത്യമായ തെളിവ് അത് ADGP MR അജിത് കുമാറിന്റെ കൈവശമാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ തൊടാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കില്ല. അധികാരത്തിൽ തുടരാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായി ഒട്ടും തന്നെ അർഹതയില്ല. ഇപ്പോൾ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാടകം മാത്രമാണ്. CPMന്റെ നേതാക്കളെ തന്നെ മുഖ്യമന്ത്രി കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് പറഞ്ഞു. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് TP രാമകൃഷ്ണനും പറഞ്ഞു.
ക്രമസമാധാന ചുമതലയിൽ ഇരുത്തിയാണോ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരെ വെച്ച് ഒരു അന്വേഷണം നടത്തുന്നത്? വെറും ഒരു പ്രഹസനമല്ലേ ഇത്? കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമല്ലേ എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. ADGP അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരായും ഒരു അന്വേഷണവും നടക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. ഗോവിന്ദൻ മാഷാകട്ടെ പാർട്ടിപ്പണി അവസാനിപ്പിച്ച് കാശിയിൽ പോയി ഭജനമിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. ഈ സാഹചര്യത്തിൽ ഈ ആരോപണമുണ്ടായ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ BJP നേതാവ് ശോഭാ സുരേന്ദ്രനും രംഗത്ത് വരികയുണ്ടായിരുന്നു. അജിത് കുമാറിനെ വിശേഷിപ്പിക്കുന്നത് രണ്ടാം ശിവശങ്കറായിട്ടാണ്. ശിവശങ്കറിനെ പോലെ ADGP അജിത് കുമാറിനെയും മുഖ്യമന്ത്രി വളർത്തുകയാണെന്നും ADGPക്കെതിരായ ആരോപണത്തിലെ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടാൻ അമിത്ഷായെ കണ്ട് സംസാരിക്കുമെന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കേസന്വേഷണം CBIക്ക് വിടാൻ തയ്യാറായില്ലെങ്കിൽ ഭരണം ആരുടെ കയ്യിലാണെന്ന് കേരള മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. 5 അംഗ കള്ളക്കടത്ത് സംഘത്തിന്റെ തലവനായി മുഖ്യമന്ത്രി വാഴുന്നു. അവരിൽ ഒരാളാണ് അജിത് കുമാർ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് ഈ കേസ് വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. PV അൻവർ ഹരിചന്ദ്രനല്ലെന്നും നാട് നന്നാക്കാൻ അൻവർ ഇറങ്ങിയിരിക്കുന്നെങ്കിൽ വിവരം അദ്ദേഹം ഡൽഹിയിൽ പോയി കേന്ദ്രത്തിനാണ് നൽകേണ്ടതെന്നും പറയുകയുണ്ടായി. PV അൻവറിനെയും ചോദ്യം ചെയ്യണമെന്നും കേന്ദ്ര സംഘത്തിന്റെ അന്വേഷണം ശക്തമായി തന്നെ നടന്നാൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാണ് ശോഭ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ വ്യാപകമായി തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നു. നയങ്ങൾ മാറ്റിയില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം അത് പിണറായിയിലൂടെ തന്നെ നടക്കുമെന്ന് വ്യക്തമാക്കി. മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും അറിവില്ലാതെ അൻവർ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്താൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്നാണ് ശോഭാ സുരേന്ദ്രനും കൂട്ടിച്ചേർക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ ഇപ്പോൾ എന്തായിരുന്നാലും പ്രത്യേക അന്വേഷണത്തിന് ഒരു സംഘത്തെ സർക്കാർ നിയോഗിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഈ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നാണ് കരുതുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിൽ താഴെ കീഴുദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സംഘടിപ്പിച്ച കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇതിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് 12 മണിക്കൂർ കഴിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവ് പോലും പുറത്തു വന്നത്. PV അൻവർ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും പരിശോധിച്ച് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ADGPക്കെതിരെ ഒരു അന്വേഷണം ഇപ്പോൾ നടത്തുന്നത്. അന്വേഷണ സമയത്ത് തൽസ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നും വിശദമായ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രിയോട് രേഖാമൂലം ആവശ്യപ്പെടുമായിരുന്നു എന്നാണ് MR അജിത് കുമാർ നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ തീരുമാനം വന്നപ്പോൾ അന്വേഷണ സംഘം മാത്രമായി ഒതുങ്ങുകയാണ് ചെയ്തത്. ആരോപണങ്ങൾ ശക്തമായി സർക്കാരിന്റെ ചെകിടത്തടിക്കുന്ന രീതിയിലുള്ള പ്രഹരമായി മാറിയിട്ടും അജിത് കുമാറിനെയോ അല്ലെങ്കിൽ മറ്റാരെയോ ആരോപണ വിധേയരെ ആരെയോ മാറ്റി നിർത്താനായി സർക്കാർ തയ്യാറായിട്ടില്ല. പത്തനംതിട്ട SP S സുജിത് ദാസിനെ മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും തള്ളിക്കളയാൻ തയ്യാറായിരിക്കുന്നത്. 2 പോലീസ് ഓഫീസർമാർക്കെതിരെയും അന്വേഷണം നടത്തുമെന്നാണ് ADGP MR അജിത് കുമാറിനെ തന്നെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പ്രഖ്യാപിച്ചത്. സസ്പെൻഷനെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുപോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പത്തനംതിട്ട SP ആയ സുജിത് ദാസിനെ സ്ഥലം മാറ്റത്തിൽ ഒതുക്കി ഒരു നടപടിയിലേക്ക് എത്തി. പത്തനംതിട്ട SP ആയ സുജിത് ദാസിനെ മറ്റൊരു മേഖലയിലേക്ക് മാറ്റി നൽകാനാണ് തീരുമാനമുള്ളത്. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SP ഷാനവാസ് എന്നിവരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 1 മാസത്തിനകം തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശമുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.